അസീസോ മുതലാളില്ലേ? ഇല്ല, ഞാൻ വേറെ വഴി പോയിട്ട് വരാം. ഇവിടെ ആകെ പ്രശ്നമാണ്. കാശ് തന്നവര് കാവലി കിടക്കുക. എന്താ ഷോക്ക് വരാത്തത്? അറിയില്ല, മുതലാളി എന്തോ ചുറ്റുകളി നടക്കുക. ശ്രീനിവാസ് സാറ് അതോട്ടിരിക്കാമല്ലോ. വേണ്ട, ഇത് കൂടി ചേർത്തോ. അസീസേ, ഇത് ശ്രീനി സാർ ഇവിടുത്തെ സ്റ്റേഷനിലാ. അസീസാണ് എനിക്ക് മുതലാളി എടുത്ത് ജോലി വാങ്ങിച്ചെന്നത്. ഞങ്ങൾ മദ്രാസിൽ കുറച്ചാളുണ്ടായിരുന്നു. കിള്ളിപ്പാലത്താണ് വീട്. നല്ല കണ്ടുപരിചയം തോന്നുന്നു. ഏയ് അല്ല, ഇവൻ പൂക്കോട്ടുകാരനാ. ആ ലൊക്കാലിറ്റിയിൽ ഫേമസാ. പൂക്കോട്ട് പണ്ടിയാ നാടകം കളിക്കാൻ വന്നിട്ടുണ്ട്. അതെ, ശരി. എന്തിനാ നീ എന്റെ സ്ഥലം പറയാൻ പോയത്? അയാൾ ഒരു പോലീസുകാരനല്ലേ? അതിനെന്താ, പുള്ളി നല്ല മനുഷ്യനാ. എന്നും കരുതി പണി പോലീസിലാണേ. നിന്റെ സകല ഓരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഏയ്, ഞാനിങ്ങനെ അടുത്ത് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാൽ കൂടുതൽ അടുക്കണ്ട. അയാളോടൊന്നല്ല, നാട്ടുകാരോടൊന്നും. അതെന്താ? സേട്ടുവിന്റെ കൂടെ ജോലി ചെയ്യുമ്പോ അങ്ങനെയൊക്കെയാ. നിനക്കത് വഴിയെ മനസ്സിലാവും. വിളിക്കണ്ടേ? ആരേ? അല്ല, ഉണ്ണാൻ. ആരേ? ഓ, ശ്രീനി അല്ലേ? അവൻ ഹോട്ടലിൽ നിന്നോളും. അല്ല, ഞാൻ ശ്രീനേട്ടനോട് കരുതിയിട്ടുണ്ട്. നിന്നോട് ആര് പറഞ്ഞു അവനും കൂടെ കരുതാൻ? വിളി വിളി. എന്റെ പൊന്നി ഏട്ടന്മാരെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. താൻ കുറച്ചു നാളായിട്ട് പറയുന്നതല്ലാതെ കാര്യം നടക്കുന്നില്ലല്ലോ. നാളെ സ്റ്റോക്ക് വന്നാൽ ഒരൊറ്റ ആളിന്റെ ഇല്ലാത്ത സാധനം ഞാൻ തരും. ഇന്നത്തേക്ക് ഒരു ദിവസം നിങ്ങൾ ക്ഷമിക്കണം. കുറെ നാളായിട്ട് കേൾക്കുന്നല്ലോ ഈ സ്റ്റോക്കിന്റെ കാര്യം. അപ്പൊ നാളെ സ്റ്റോക്ക് വന്നില്ലെങ്കിലോ താൻ ഞങ്ങളുടെ കാശ് മുടക്കി തരുമോ? അതെന്ത് ചോദ്യം? ഇവന്റെ ഓരോ എല്ലായിട്ട് ഞാൻ ഊരിയെടുക്കും. വടക്കേക്കരക്കാരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ആണുങ്ങളായ അല്പം മോഷണമൊക്കെ ആകാം. ആളെ പറഞ്ഞു പറ്റിക്കരുത്. അതൊരു വക തണ്ടിത്തരോ. ഓടാ പട്ടി. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അടേ, ഒരു പോലീസുകാരന്റെ ജോലി എന്ന് വെച്ചാ അത്ര മോശമൊന്നുമല്ല അല്ലേ? ഏയ്, പരമാനന്ദല്ലേ. കളിയാക്കാതെ. ഒരു പോലീസുകാരൻ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആട്ടെ, എന്താ ഇപ്പൊ പോലീസുകാരൊക്കെ എടുത്തിരുന്നത്? അല്ല, നമ്മുടെ ശ്രീനിയെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? നല്ല കൊച്ചന, മര്യാദക്കാരൻ, തങ്കപ്പെട്ട സ്വഭാവം. എന്താ ഇപ്പോ? ചന്ദ്രയ്ക്ക് വേണ്ടി അവനൊന്ന് ആലോചിച്ചാലോ? ഇന്നിപ്പോ അവര് കോൺസ്റ്റബിളാ, നാളെ ഹെഡ് കോൺസ്റ്റബിൾ ആവും, മറ്റന്നാ SI ആവും, പിന്നെ മുകളിലേക്ക് കയറി. ഒന്ന് ചുമ്മാ തിരിയെന്നേ. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചപ്പോ ഇതൊക്കെ തന്നെയാ പറഞ്ഞത്. SI ആവും, കിസൈ ആവും. എന്നിട്ടിപ്പ എന്തായി? അതിനിപ്പോ നിനക്ക് എന്താണ് ഒരു കുഴപ്പം? വർഷങ്ങൾ കുറെ ആയില്ലേ നീ എന്റെ കൂടെ പുറക്കാൻ തുടങ്ങിയിട്ട്. അത് പോട്ടെ, നീ പറ, നമുക്കതങ്ങ് ഉറപ്പിച്ചാലോ? അവര് തമ്മിൽ നല്ല ചേർച്ചയാ. എനിക്ക് വിരോധമൊന്നുമില്ല. എങ്കിലും നമ്മൾ അവളോടുകൂടി ഒന്ന് ചോദിക്കണ്ടേ? ഓ, നമ്മളൊന്ന് തീരുമാനിച്ച അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവൂ? ഇല്ല, എനിക്ക് സമ്മതം. മലയാളിയാണോ? ഇവിടുത്തെ കുഴപ്പമായി നിൽക്കുക. ആളുകൾ കാശ് തിരിച്ചു ചോദിക്കുന്നു. എന്തോ? ഇങ്ങോട്ട് വരുന്നോ? എപ്പോ? രാത്രിയോ? ശരി ശരി, വെക്കട്ടെ. മുതലാളി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാത്തിരിക്കായിരുന്നു. കളക്ഷൻ മുഴുവൻ എടുക്ക്. ലോഡ് വരാത്തോണ്ട് ആകെ പ്രശ്നമായിരിക്കാണ്. നാട്ടുകാരോട് നാളെ അവധി പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോ അസീസ് വാനുമായിട്ട് വരും. ഈ സാധനങ്ങളൊക്കെ അതിൽ കയറ്റി ഈ കൊണ്ട് വന്നേക്ക്. അല്ല, സാധനങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞാ? നമ്മൾ ഇവിടുത്തെ പരിപാടി നിർത്തുക. അയ്യോ, അപ്പൊ നാട്ടുകാരെ പിരിച്ച കാശ് എന്റെ കയ്യിലെങ്കിൽ ചെയ്യാണ്ട് കൊടുത്തോ. അല്ല മുതലാളി, ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞാണ്ട് ചെയ്താ മതി. എല്ലാവരെയും കബളിപ്പിക്കാനാണ് നോക്കുന്നെങ്കിൽ ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. പീറ്ററെ, നീ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് അസീസിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താ നിനക്ക് ഞാൻ പണിയെന്നത്. ഈ നിമിഷം വരെ നിങ്ങളോട് ഞാൻ വിശ്വാസക്കേട് കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയില്ല. പക്ഷെ ഇത് വഞ്ചനയാ. താനക്കറിയോ, റോട്ടുമെന്ന് വന്നവനാ ഞാൻ. എന്നെ കുത്തി മലത്തിയിട്ട് ഇത് മുഴുവൻ പറക്കെടുത്തോണ്ട് പോകാൻ എനിക്ക് അറിയാനിട്ടല്ല. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ. വരട്ടാ മുതലാളി, നിങ്ങൾ കാണിക്കാൻ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്ന് കാശിന്റെ എടു, ഞാൻ നാട്ടുകാർക്ക് തിരിച്ചു കൊടുത്ത് മാപ്പ് പറഞ്ഞോളാം.
കൈക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പാല് തന്ന കൈക്ക് തന്നെ കൊത്തി സ്വന്തം മുതലാളിയുടെ വള്ളയ്ക്ക് തന്നെ കത്തിക്കേറ്റില്ലടാ. സത്യം പറ, എല്ലാം മനസ്സിൽ ഉറപ്പിച്ച പ്ലാൻ ഇട്ടല്ലേ നീ അയാളെ വിളിച്ചു വരുത്തിയത്? അല്ല സാർ, അയാൾ കാശും എടുത്തോണ്ട് അയാളുടെ കയ്യിലെ കാശും പിടിച്ചു പറിച്ച് നീ ഓടാൻ ശ്രമിച്ചു. അയാൾ വിടില്ല എന്നായപ്പോ നീ കത്തിക്കേറ്റി. അതാണ് സംഭവിച്ചത്. സാർ, ഇനി അയാളെ തല്ലരുത്. എന്തോ സാർ, ദയവീ ഇനി അയാളെ ഉദ്ധരിക്കരുത്. ആഹാ, എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്ക. പ്രതിയെ കൊണ്ട് എങ്ങനെയാ സത്യം പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം. മനസ്സിലായോ? പറയടാ, ഞാൻ പറഞ്ഞതല്ലേ സത്യം? അല്ല. അല്ല അല്ലാന്ന് പറ്റുമെങ്കിൽ നീ കോടതി തെളിയിക്കടാ. എടാ, കർത്താവ് തമ്പുരാൻ വിചാരിച്ചാൽ പോലും നിനക്ക് ഇനി രക്ഷയില്ല. ഒന്നുകിൽ കയറ്, അല്ലെങ്കിൽ ഇനിയുള്ള കാലം ജയില്. രണ്ടിലൊന്ന് ഉറപ്പ്. ഓ, തല്ലി ചതച്ചൊരു പരുവാക്കിയില്ലേ അവനെ. നീ നോക്കിക്കോ, ഈ കരിമ്പാറ പുഴുത്തേ ചാവും. പീറ്ററിന് ശിക്ഷ കിട്ടുവോ? കിട്ടാതെ എങ്ങനെയാ? തെളിവുകളൊക്കെ അവനെതിരല്ലേ. അതും പോരാത്തേന് ആ കരിമ്പാറാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊന്നും ഊരാൻ പറ്റില്ല. പിന്നെ ദൈവാധീനം ഉണ്ടെങ്കിൽ എന്നാലും പാടാ. പീറ്റർ പറഞ്ഞായിരിക്കും സത്യം. എനിക്കത് ഉറപ്പാ. ആ, പ്രതിയുടെ മൊഴി അടിസ്ഥാനാക്കി കേസ് വിധിക്കുന്ന സമ്പ്രദായം ഈ നാട്ടിലില്ലല്ലോ. എന്തോ ഒന്നും എനിക്കറിയില്ല. അയാളെ വെറുതെ വിട്ടാ മതിയായിരുന്നു. എന്തായാലും നാളെ കോടതി കൊണ്ടുവല്ലേ. ദൈവം രക്ഷിക്കട്ടെ. ചായ കുടി. കുടിച്ചോളൂ. എന്താണ് അവിടെ ബഹളം? സാർ, ഞങ്ങൾക്ക് പീറ്ററിനൊന്ന് കാണണം സാർ. ഞങ്ങളുടെ കാശ് വാങ്ങിച്ചോളുമ്പോൾ ഞങ്ങൾ അങ്ങനെ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതി ഇപ്പൊ പറയണം. ഇത് പോലീസ് സ്റ്റേഷനാണ്, നിന്റെ ഒന്നും തന്തര വകയല്ല. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ എല്ലാത്തിനും ചവിട്ടി നാട്ടിലേനെ ഉരുകളയും. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാർ ശരിയാവുന്നത്? ഞങ്ങൾ പീറ്ററിനെ കാണാനാണ്. സാർ, എന്താണോ? ആ പീറ്ററിന് തീരെ വയ്യ സാർ. കള്ള റാസ്കൽ, അവന്റെ അടവാണ്. അല്ല സാർ, സത്യമായിട്ട് അയക്ക് തീരെ വയ്യ. വല്ല ഹെൽത്ത് സെന്ററിലോ മറ്റോ കാണിച്ചാ? ഓ പിന്നെ ഹെൽത്ത് സെന്റർ. ഇവിടെ നാളെ ഓ, പേപ്പറെല്ലാം ശരിയായിക്കേ. 10 മണിക്ക് കോടതി കൊണ്ടുപോണ്ട. സ്റ്റേഷൻ ബോട്ട് റിപ്പയർ ആണ് സാർ. ശേഷം പോട്ട് റിപ്പയർ ആണ്, പാസഞ്ചർ പോട്ട് കൊണ്ടുപോകണം. അല്ല എന്താ? ശരി സാർ. ആ എന്താ എന്താ മോളെ? എന്തിനാ? എവിടെ വീണെന്ന്? അത് നീ എന്നോട് വന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഡ്യൂട്ടിയിലല്ലേ. വൈദ്യുതി ചെന്ന് വിളിക്കേ. ഞാനിപ്പോ എങ്ങനെയാ മോളെ വരുന്നത്? സാർ, ബോട്ട് അടുപ്പിക്കാം. ആ ബോട്ടൊന്ന് അടുപ്പിച്ചേ. നീ എന്താ മോളെ ഈ പറയുന്നത്? ഞാനിപ്പോ എങ്ങനെ വരാനാ? ഇയാളെ കോടതി കൊണ്ടുപോകണം. അതൊന്നും എനിക്കറിയാൻ വയ്യ. അച്ഛൻ അവിടെ വരെ ഒന്ന് വന്നേച്ചു പോ. അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? സാറ് പൊക്കോളൂ, ഇവനെ ഞാൻ കൊണ്ടുപോക്കോളാം. വീട്ടിലും ആരും ഇല്ലല്ലോ. അത് ശരിയാവൂ. ഒരു കുഴപ്പമില്ലെന്നേ. എന്നാ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. നിന്റെ പുറകെ തന്നെ ഞാൻ കോടതിയിലേക്കാം. ഈ ഫയൽ വെച്ചാ. ശരി സാർ. എന്നാ പ്രതികരണം.
എങ്ങനെ കൊല്ലാൻ തോന്നി? കൊല്ലാൻ ഒരുങ്ങിയത് സേട്ടുവാ. എനിക്ക് രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇനിയും ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക്. എനിക്ക് വേണ്ടി കേസ് പറയാനോ ജാമ്യത്തിലെടുക്കാനോ ആരുമില്ല. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട നിങ്ങൾ ചെയ്യുമോ? എന്നെ കൂടെ കഴിയുന്നതാണെങ്കിൽ. ഒരാഗ്രഹം ഇനി നടന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാ. എനിക്ക് എന്റെ അമ്മച്ചി ഒന്ന് കാണണം. ഒന്ന് കണ്ടാൽ മാത്രം മതി. അതിന് പീറ്ററിന്റെ വീട് നമ്മൾ പോന്ന വഴിക്കാ. ഒന്ന് ഇറങ്ങിക്കണ്ട അപ്പൊ തന്നെ തിരികെയും ചെയ്യാം. അതേ നാൾ ഇനി അവർ ജീവിച്ചിരിക്കില്ല. ശവമടക്കിന് എനിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതി പറഞ്ഞതാ. ബുദ്ധിമുട്ടാവുമെങ്കിൽ. അല്ല, ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തുമ്പോ പറഞ്ഞോളൂ. എവിടെ? ഇതില് ശ്രീനി സാർ, ഇതാ വീട്. വരൂ. ചെല്ലേ, കണ്ടിട്ട് പെട്ടെന്ന് വരണം. എന്താ പീറ്ററെ? ഞാനിതും വെച്ചോണ്ട് അമ്മച്ചിയുടെ മുമ്പിലോട്ട് എന്നാൽ അത് മതി. അവർ ചങ്ക് പൊട്ടിച്ചാവുന്നത് ഞാൻ കാണേണ്ടി വരും. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അഴിച്ചു തന്നാൽ. അയ്യോ, അത് പാടില്ല, നിയമം എഴുതാ. എന്നെ വിശ്വസിക്കാം. ഒന്ന് കണ്ടേച്ച് ഞാനിനി ഓടി വരാം. എന്താ പീറ്റർ ഇത്? ശരി, അഴിച്ചു തരാം. പക്ഷെ ഞാനും കൂടെ വരും. ഈ വേഷത്തിൽ നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ എന്തു പറയാം അമ്മച്ചിയോട്? അങ്ങനെ പാടില്ലെന്നാ. എങ്കിലും ഞാൻ ചെയ്യാം. പെട്ടെന്ന് തിരിച്ചു തന്നെ. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ചെല്ല്, വേഗം എത്തിയാ മതി. കണ്ടില്ലേ? ഇനി വാ പോവാം. കണ്ടു. അടുപ്പത്ത് അരി തിളക്കിയ അത് വെന്ത് കഴിഞ്ഞ ഒരു കോപ്പ കഞ്ഞി എന്റെ കൈ കൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കണമെന്നുണ്ട്. നിങ്ങൾ അനുവദിച്ചാൽ. ഇനി ഒരിക്കലും എനിക്കതിന് കഴിയില്ലല്ലോ. സമയം പോകുന്നു, അതറിയാലോ. ചില വേഗാവട്ടെ. എന്താ സാറേ? ഏയ്, പീറ്ററിലൂടെ വന്നാ. പീറ്ററോ? ആ, ഇവിടെ താമസിക്കുന്നില്ല അമ്മച്ചി, അവരുടെ മോൻ. അയ്യോ സാറേ, ഇവിടെ ആരും താമസമില്ല. ഇത് വറീച്ച മുതലുടെ ചാരായ ഗോഡൌണാ. താൻ എന്തായി പറയുന്നത്? അതെ സാർ. പീറ്റർ, പീറ്റർ!